മിഴി തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ. ഗതി മാറിയൊഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ, ഗതി മാറിയൊഴുകുന്ന നിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ, പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി കണ്ണീർ കയത്തിൽ നാം വിധിയെ പഴിക്കുന്നു. പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോവുമായി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി മലയാള നാടകരംഗത്തെ നിറസാന്നിധ്യം ശ്രീമതി സലോമി ചാക്കോയാണ്. മലയാള കവിതകളും കവിതാ ആലാപനവും ഏറെ ഇഷ്ടപ്പെടുന്ന അഭിനേത്രിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഈ വലിയ കലാകാരി തൻ്റെ കലാജീവിതത്തിൻ്റെ പിന്നിട്ട വഴികൾ അന്താരാഷ്ട്ര അടുക്കളയുടെ ഈ അഭിമുഖത്തിലൂടെ നമുക്കായി പങ്കുവയ്ക്കുന്നു. ശ്രീമതി സലോമി ചാക്കോയെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീമതി സലോമി ചാക്കോയാണ്. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ചേച്ചി വരും. എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും, ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും, ഇനി എൻ്റെ ജീവനിൽ ചേച്ചി ഒരു എന്താ പറയുക, ഇത്രയും കാലത്തെ ഈ കലാരംഗത്തെ എക്സ്പീരിയൻസ്, അപ്പോൾ അത് ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം. തീർച്ചയായും. ഓക്കെ, സത്യത്തിൽ ഏത് പ്രായത്തിലാണ് ചേച്ചി ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്? കലാരംഗത്തേക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ചെറുപ്പകാലം മുതലേ ഞാൻ പാട്ട് പാടുമായിരുന്നു. ഇപ്പോൾ പാടില്ല കേട്ടോ. ചെറുപ്പകാലം മുതലേ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ ഈ പാട്ടിലാണ് ആദ്യമായിട്ട് കുഞ്ഞുനാളിലെ സ്കൂളിലായാലും നമ്മുടെ അവിടെ ക്ലബ്ബുകളിലൊക്കെ പാട്ട് പാടാൻ പോകും. അങ്ങനെ സമ്മാനങ്ങൾ കിട്ടും. അങ്ങനെ ഞാൻ ഈ കലാരംഗം മെയിനായിട്ട് നാടകരംഗത്തേക്ക് വരുന്നത് എൻ്റെ ഒരു 13ാമത്തെ വയസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഇതെൻ്റെ ഈ ഇതെല്ലാം കണ്ടിട്ട്, അതായത് മിമിക്രി അല്ല, നമ്മുടെ മോണോആക്ട് കാര്യങ്ങൾ, അതും ഈ പാട്ടെല്ലാം കണ്ടിട്ട് നമ്മുടെ ഒരു റെഡ് സ്റ്റാർ ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അവരാണ് ആദ്യമായിട്ട് നാടകത്തിന് അഭിനയിക്കാൻ വിളിച്ചത്. കണ്ണൂർ വാസുട്ടി മാഷായിരുന്നു. മാഷാണ് എൻ്റെ ഗുരുനാഥൻ. അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പരിണതപ്രജ്ഞനായ ഒരു കലാകാരന്റെ ശിഷ്യയാവുക എന്ന് തന്നെ വലിയ കാര്യമാണ്. ഏറ്റവും വലിയ കാര്യം. ഇന്നും ആ ബന്ധം അതുപോലെ കാത്തു സൂക്ഷിച്ചു പോകുന്ന എൻ്റെ ഗുരുനാഥനായിട്ട്. അപ്പം മാഷാണ് എൻ്റെ ഗുരുനാഥൻ. ചേച്ചി, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 100-ൽ പരം അമേച്ചർ നാടകങ്ങളിൽ ചേച്ചി അഭിനയിച്ചു. 100-ൽ പരം, അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ഡ്രാമാസിലും. അപ്പോൾ ആ അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഈ നാടകം വന്ദേമാതരം എന്ന നാടകമാണ്. അതിൽ വീണാദാസ് എന്ന കഥാപാത്രം. എനിക്ക് തോന്നുന്നു ആ കഥാപാത്രം എന്നെ ഏൽപ്പിക്കാൻ കാര്യം ഈ എനിക്ക് അന്ന് മുതൽ ഈ ഡെപ്തായ പാട്ടുകൾ, അതായത് നമ്മുടെ വിപ്ലവ ഗാനങ്ങളൊക്കെ ഒരുപാട് ഞാൻ പാടുമായിരുന്നു. അപ്പോൾ അതായിരിക്കും ആ കഥാപാത്രം ഏൽപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, വിശ്വസിച്ച്. പക്ഷേ ആ കഥാപാത്രം നന്നായി ചെയ്തു എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു തുടക്കമായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലമാണ്. അതൊരു തുടക്കമായി. പിന്നെ ഒരുപാട് അമേച്ചർ നാടകങ്ങൾ, ഒരുപാട് സംവിധായകരുടെ കീഴിൽ ചെയ്യാനുള്ള അവസരം. മാഷാണ് തുടക്കമെങ്കിലും പിന്നെ ഒരുപാട് നമ്മുടെ നാട്ടിലെ ഒരുപാട് സംവിധായകരുടെ കൂടെ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ പ്രൊഫഷണൽ ടീമിൽ വടകര വരത, ഈണം മുടപ്പള്ളി, അങ്ങനെയുള്ള നമ്മുടെ ജയന്തിരിമൻ്റെ സ്ക്രിപ്റ്റ്, അങ്ങനെ കുറേ ആൾക്കാരെ വെച്ച്, എല്ലാവരുടെ പേരൊന്നും എനിക്കിപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിലും അതൊരു തുടക്കമായിരുന്നു. പിന്നെ അമേച്ചറായിരുന്നു നമ്മൾ. ആ അമേച്ചറിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ശബ്ദത്തിലെ ഒരു വെറൈറ്റി കൊണ്ടാണ് കണ്ണൂർ നടനകലാക്ഷേത്രം എന്നൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, നൃത്തനാടകം, ബാലെ ട്രിപ്പാണ്. അപ്പോൾ അതിൽ എന്നെ ഡബ്ബിങ്ങിന് പിന്നണിയിൽ, അന്നെന്ന് പറഞ്ഞാൽ ലൈവാണ്, ലൈവ് എല്ലാ സ്റ്റേജിലും പോയി ലൈവ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എത്ര കഥാപാത്രം ഉണ്ടോ ആ കഥാപാത്രങ്ങൾക്ക് നമ്മൾ ബാക്കിൽ നിന്ന് സൗണ്ട് കൊടുക്കണം. അപ്പം സ്ക്രിപ്റ്റ് തന്നു. അങ്ങനെ അതിൻ്റെ റിഹേഴ്സൽ നടത്തി. അതിലാണ് പിന്നെ ഞാൻ ഒരുപാട് തിരക്കായി. അതൊരു വലിയൊരു അനുഭവമാണ്.
ചേച്ചി നടനകലാ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ അത് അന്ന് ഈ ലൈവ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലേ? പിന്നെ ഓർക്കസ്ട്രയും എല്ലാം ലൈവ്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നീട് ചേച്ചിയുടെ ഈ ഡബ്ബിംഗ് മേഖലയിലേക്കും ഒക്കെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടത് കണ്ണൂർ നടനകലാ ക്ഷേത്രത്തിന്റെ ഡബ്ബിങ് തന്നെയാണ്. കാരണം വെച്ചാൽ ഒരേ സമയം തന്നെ 4 പേർക്കെല്ലാം ഒരേ സമയത്ത് നമ്മൾ ഡബ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ സ്റ്റേജിൽ ലൈവായിട്ട്. ചേച്ചി ഇപ്പോൾ ധാരാളം ഈ പറഞ്ഞതുപോലെ പരസ്യങ്ങൾ അല്ലേ, അതിന്റെ ഒരു ഓർമ്മ പങ്കുവെക്കാമോ? തീർച്ചയായും. പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ കണ്ണൂരൊക്കെ ഈ ഉത്സവങ്ങൾ ഒരുപാട് ഉത്സവങ്ങൾ, ഓരോ മുഖ്യ അമ്പലങ്ങളും അവിടെ ഉത്സവങ്ങളും നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. അപ്പം അവിടെ എല്ലാം പണ്ട് കാസറ്റ് വർക്കാണ്. കാസറ്റിൽ പരസ്യം ചെയ്ത് അവരുടെ ആ ചുറ്റുവട്ടമുള്ള കടകളുടെ എല്ലാം പരസ്യങ്ങൾ എടുത്ത് ഒരു കാസറ്റാക്കി അവിടെ ചെയ്യും. അതാണല്ലോ പരസ്യം. കേരളത്തിലുടനീളം, അതായത് കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട്, ഈ 4 സ്ഥലം ഈ ജില്ലയിലും ഞാൻ മൊത്തമായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡിയോസിലും ശബ്ദമാണ്. അതായത് പ്രശാന്ത് പാട്യം, കണ്ണൂർ സലോമി, അങ്ങനെയാ അന്ന് അറിയപ്പെടുക. അതായത് എല്ലാവർക്കും അറിയപ്പെടുന്നുണ്ട് എല്ലാ ഉത്സവ പറമ്പുകളിലും. പിന്നെ വണ്ടികളിൽ പരസ്യം. ഇപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട്, ഉദ്ഘാടനമാണെങ്കിൽ അതിന്റെ പരസ്യം ലൈവായിട്ട് ഞങ്ങൾ 2-3 ദിവസം വണ്ടിയിൽ കയറി പറയും. സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമായിരുന്നു അന്ന്. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പിന്നെ നമ്മുടെ പുരുഷന്മാര് കൈയടക്കുന്നത് അത് ആദ്യമായിട്ട് ശരിക്കും ഞാനായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു നേരിട്ട്. പിന്നെ ഇതും ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഇലക്ഷനൊക്കെ വരുമ്പോ എല്ലാ പാർട്ടിക്കും വേണ്ടി പോകും വണ്ടിയിൽ. നല്ല വരുമാനമായിരുന്നു. നല്ല വരുമാനമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ, വേവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലുമ്പോൾ. ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ, വേവുന്ന മനമോടെ ഒരു മാത്ര ചൊല്ലുമ്പോൾ. താളം പിഴയ്ക്കുന്നു, ശ്രുതിയും പിരിയുന്നു, ഇടറുന്ന ചങ്കിലായി ചോര പൊടിയുന്നു. താളം പിഴയ്ക്കുന്നു, ശ്രുതിയും പിരിയുന്നു, ഇടറുന്ന ചങ്കിലായി ചോര. ചേച്ചി, അപ്പോൾ നാട്ടിലെ ഇത്രയും വർഷത്തെ നീണ്ട കലാജീവിതം അല്ലേ, അതിനുശേഷം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞൊരു 10-15 വർഷക്കാലമായിട്ട് മസ്കറ്റിലാണ്. അപ്പോൾ ഈ പ്രവാസ ലോകത്തേക്കുള്ള ഒരു കടന്നുവരവ് എന്താണ്, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രവാസ ലോകത്ത് എത്തിച്ചേർന്നു. എങ്ങനെയാണ്, എന്താണ് പ്രവാസ ലോകത്ത്? അതുപോലെ കലാരംഗത്ത് സജീവമാണെന്ന് എല്ലാവർക്കും അറിയാം, സമൂഹത്തിന് എല്ലാവർക്കും അറിയാം. പ്രവാസ ലോകത്ത് എത്തിപ്പെടാനുള്ള കാരണം അറിയാമല്ലോ. കലാകാരന്മാരെ നാട്ടിൽ എത്രയൊക്കെ നമ്മൾ പറന്ന് നടന്ന് കളിച്ചാലും ജീവിക്കാനുള്ള മാർഗം കുറവാണ്. തീർച്ചയായും കലാകാരന്മാർ രക്ഷപ്പെട്ട ചുരുക്കം പേരേ ഉള്ളൂ, അത് ഞാൻ ഉറപ്പിച്ചറിയും. പക്ഷേ അത് ആ ഒരു ബേസിലാണ് ഞാൻ എന്നാൽ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചൊരു ചാൻസ് വന്നപ്പം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു, അവരുടെ കെയർഫിലാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ ഞാനിപ്പോൾ ഒരു ഒമാനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. അറിയാം, എൻ്റെ പ്രൊഫഷൻ ഫിസിയോതെറാപ്പി പ്രൊഫഷനാണ്. ഞാൻ ആയുർവേദിക് തെറാപ്പിസ്റ്റ് എന്ന ഇതിൽ നമ്മുടെ ഒമാനി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഹിജാമ അറിയാലോ, ഹിജാമ തെറാപ്പിയാണ് എൻ്റെ മെയിൻ ചെയ്യുന്നത്. അതോടൊപ്പമാണ് കലാജീവിതം ഞാൻ പറഞ്ഞല്ലോ 12 വർഷം ഒമാനിൽ ഞാൻ ഉണ്ടായിട്ടും കലാജീവിതത്തിലേക്ക് വന്നിട്ടേയില്ല. ശരി, ആ വിശേഷത്തിലേക്ക് വരാം. ചേച്ചി ഇപ്പം മസ്കറ്റിലേക്ക് ചേച്ചി എത്തപ്പെട്ടു അല്ലേ, ജോലി സംബന്ധമായി. ഇവിടെ വന്നിട്ട് ഈ രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത്? ഞാൻ 2008 ഇവിടെ പ്രവാസ ലോകത്ത് വരുന്നത്. ജോലി സംബന്ധമായിട്ട് ജോലി അന്വേഷിച്ച് വന്നു. അങ്ങനെ ഒരു 10 വർഷത്തേക്ക് കലാരംഗമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പോലും. കാരണം വെച്ചാൽ ഹോസ്പിറ്റലിൽ അവിടെ അങ്ങനെയുള്ള ജോലി, ഇത് മാത്രമുള്ള ഒരു ജീവിതമായിരുന്നു. പിന്നെയാണ് കണ്ണൂർ വാസൂട്ടി മാഷ് തന്നെയാണ് എന്നെ വീണ്ടും കലാരംഗത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു അവസരം ഒരുക്കിയത്. എന്നുവെച്ചാൽ ഇവിടെ മാഷ് നാട്ടിൽ സംവിധാനം ചെയ്തൊരു നാടകം ഇവിടെ എടുക്കുന്ന സമയത്ത് എന്നെ അതിലേക്ക് മാഷ് പറഞ്ഞിട്ട് എന്നെ മസ്കറ്റ് ആർട്സിൻ്റെ രുചുറാമനാണ് അവരെന്നെ വിളിച്ചു. ഞാൻ അതിൽ പോയിരുന്നു, പക്ഷെ നാടകം കളിച്ചില്ല. അതിന് ശേഷം മാഷ് തന്നെ പറഞ്ഞിട്ട് അൻസാർ ഇബ്രാഹിം മാഷ് എന്നെ കാണാൻ വേണ്ടി തിയേറ്റർ ഗ്രൂപ്പിലേക്ക് അങ്ങനെയാണ് ഇവിടുത്തെ നാടകരംഗത്തേക്ക് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പോൾ തിയേറ്റർ ഗ്രൂപ്പിൽ ചേച്ചി വന്നു. അതിനുശേഷം ഇങ്ങോട്ട് നാടകങ്ങളുടെ അല്ലേ ഒരു ശ്രേണി തന്നെ, ഒരു പരമ്പര തന്നെ, അതോടൊപ്പം ഷോർട്ട് ഫിലിമിലേക്ക്. അതെ, തീർച്ചയായിട്ടും. ഒരു മിനിറ്റ്, അതിനിടയ്ക്ക് നമ്മൾ ഇതിലേക്ക് വരാനുള്ള ഒരാളെ നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ മസ്കറ്റ് ആർട്സിൽ വെച്ചിട്ടാണ് നിഷാ പ്രഭാകരനെ ഞാൻ പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് ഇവിടെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന വോയിസ് ഓഫ് വുമൻ എന്നുള്ള അതിലാണ് നിഷാ പ്രഭാകരനാണ് എന്നെ ആഡ് ചെയ്തതും എൻ്റെ കലാരംഗത്ത് ആദ്യമായിട്ട് ഒമാനിൽ ഒരു പെർഫോമൻസ് ഞാൻ ചെയ്തതും
അവരുടെ ഒരു പ്രോഗ്രാമിലാണ്. അപ്പം അവർ തീർച്ചയായിട്ടും പിന്നെ കലാരംഗത്തേക്ക് കൊണ്ടുവന്നതിലൊരു പങ്ക് അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ചേച്ചി ഇപ്പോൾ ചേച്ചി അഭിനയിച്ചുള്ള ധാരാളം നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു വോയിസ് മോഡുലേഷൻ എക്സ്ട്രീംലി പെർഫെക്റ്റ് ആണ് എല്ലാ കഥാപാത്രങ്ങൾക്കും അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റേഡിയോ നാടകങ്ങളിലും ചേച്ചി പങ്കെടുത്തിട്ടുണ്ടല്ലോ നാട്ടിൽ, കണ്ണൂർ ആകാശവാണിക്ക് വേണ്ടിയിട്ട്. തീർച്ചയായും റേഡിയോ നാടകങ്ങൾ ഞാൻ കണ്ണൂർ ആകാശവാണിയിലെ ബിഹൈ ആർട്ടിസ്റ്റാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ബിഹൈ ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ വന്നിട്ടിപ്പം 16 വർഷം കഴിഞ്ഞു. തീർച്ചയായിട്ടും അത്തരം റേഡിയോ നാടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുഖം കൊണ്ടൊന്നും കൂടുതൽ ചെയ്യാം, പക്ഷേ മുഖവും ശബ്ദവും ഒരുപോലെ, പക്ഷേ ശബ്ദത്തിന് അവിടെ കൂടുതൽ. അതെ, ശബ്ദ നാടകം തന്നെയായിരുന്നു. റേഡിയോ നാടകം ശബ്ദ നാടകമാണ്. ശബ്ദത്തിന് മാത്രമേ അവർ എനിക്ക് ഇവിടെ വന്നിട്ടും ചേച്ചി റേഡിയോ നാടകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. റേഡിയോ നാടകങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റേഡിയോ നാടകത്തിൽ ഈ പ്രേക്ഷകരോട് പറയാൻ എനിക്ക് ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹത്തെ പോലെയുള്ള അഭിനേത്രികളുടെ എന്താ പറയുക നാടകത്തിലുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും നാടകത്തിലെ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു ശക്തിയും തേജസ്സും ഊർജവും എല്ലാം ഈ ശബ്ദത്തിൻ്റെ ഒരു ക്രമീകരണത്തിലൂടെയാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചേച്ചിയെ പോലെയുള്ള കലാകാരിൽ നിന്നൊക്കെ നമുക്കൊക്കെ പഠിക്കാനുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നും പറയാതെ എന്താ പറയുക, ദൈവം തന്നൊരു കഴിവ് അത്രയേ ഉള്ളൂ. നമ്മൾ അല്ലാണ്ട് ആരും ഇതിൽ ഞാൻ പറയണത്, നമ്മൾക്ക് ഈ നാടകം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിൽ ഇങ്ങനെ അരിഞ്ഞിരുന്നിട്ട് അതാണ് സത്യം പറയേണ്ടത്. അല്ലാണ്ട് നമ്മൾ അടിച്ചേൽപ്പിക്കലല്ല നാടകം, നമ്മുടെ രക്തത്തിൽ ഉണ്ടാവണം. അത് അന്നേരമാണ് നമുക്കത് ഒന്നും വേണ്ട, നമ്മളങ്ങ് വന്നോളും ഒരു കഥാപാത്രം തരുമ്പോൾ. ചേച്ചി ഇപ്പോൾ ചേച്ചിക്ക് നാടക അഭിനയത്തോടാണ് കൂടുതൽ താല്പര്യമെങ്കിലും പലപ്പോഴും കവിത ആലപിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര അടുക്കളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കവിത നൽകാമോ? ഓ പിന്നെന്താ, കവിത നമുക്ക് ഇഷ്ടമുള്ളതല്ലേ. വരൂ. പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി, ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദലവും പൊഴിഞ്ഞു പോയി. പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി, ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദലവും പൊഴിഞ്ഞു പോയി. സൂര്യകാന്തിപ്പൂവ് ഞാൻ ഇന്നും എൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേകയായി, പേടിപ്പെടുത്തുന്ന മൂളലായിന്നുമാ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പാതി വിരിഞ്ഞൊരു പൂമുട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടിക്കരിഞ്ഞു പോയി, ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ ദലവും പൊഴിഞ്ഞു പോയി. കരിന്തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ, കനിവുള്ള കർക്കിട കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ. വളരെ സന്തോഷം ചേച്ചി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ചേച്ചി നല്ലൊരു കവിത സമ്മാനിച്ചതിന്. താങ്ക് യു. ഇത് ഒരുപാട് ഒമാനിലുള്ളവർ കേട്ടിട്ടുള്ളതാണ് ഈ കവിത എൻ്റെ നാവിൽ നിന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത്. താങ്ക് യു. ചേച്ചി ഇപ്പൊ ധാരാളം നാടകങ്ങളിൽ ചേച്ചി അഭിനയിച്ചു, ശരിയാണ്. പക്ഷേ അതല്ലാതെ ഒരു പിടി ഷോർട്ട് ഫിലിമിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. അതിന് നിരവധി അംഗീകാരങ്ങളും ചേച്ചി എത്തിയിട്ടുണ്ട്. ഓ പിന്നെ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയേണ്ടത് നമ്മളെ ജയൻ കാഞ്ഞങ്ങാട് ആൻഡ് രമേഷ് ശിവൻ അറിയാം, രണ്ടുപേരെ അറിയാമല്ലോ. അവരുടെ ഒരു കൂട്ടുകെട്ടിൽ പെടുന്ന റെവലേഷൻ എന്ന ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ എന്ന ഒരു നടി ഈ ഒമാനിലുണ്ട് എന്ന് അറിയപ്പെട്ടത്. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു അഭിനയ കാഴ്ചവെച്ചൊരു സംഭവം. റെവലേഷൻ എന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അതിലൂടെയാണ് എൻ്റെ ഇവിടുത്തെ അരങ്ങേറ്റം, ശരിക്കും അഭിനയം. അവർ കേരള വിങ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നതാണ് ഇന്ത്യൻ സോഷ്യൽ എൻ്റെ ഒരു ഇതിലുള്ള കേരള വിങ്. അവരുടെ നാടകം നമ്മുടെ പപ്പേട്ടൻ അറിയാമല്ലോ, പപ്പനാമൻ തലോറ എൻ്റെ നാടകം. പപ്പേട്ടനും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, പപ്പേട്ടൻ നാട്ടിൽ നിന്ന് നമുക്ക് അറിയുന്ന നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ അത് അവർ രണ്ടുപേരും എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, അതിൽ എനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്. ഒരു 8ഓളം അവാർഡുകൾ ഏറ്റവും എന്നുള്ള നടിക്ക് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. റിവലേഷൻ എന്ന ഷോർട്ട് ഫിലിം. അതിനുശേഷം ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ, പിന്നെ ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ഡബ്ബിങ്ങും അങ്ങനെയെല്ലാമായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ചേച്ചി പ്രേക്ഷകരുമായിട്ട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചു. കുട്ടിക്കാലം മുതലേ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അല്ലേ? ചേച്ചിയുടെ കുടുംബം മാതാപിതാക്കളുടെ സപ്പോർട്ടാണ് എന്നെ ഒരു കലാകാരിയായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ 2 മക്കളാണ്, അവർ കല്യാണം കഴിച്ച് എനിക്ക് പേരക്കുട്ടികളൊക്കെ ആയി. ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അല്ല സോമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പലരുടെയും ഇൻ്റർവ്യൂസ് കണ്ട്
ഒരു മേശയ്ക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ രണ്ടുപേര് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഉള്ളൊരു ഇൻ്റർവ്യൂ. പക്ഷേ ഇതൊരു എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നു, ഒരു വെറൈറ്റി അല്ലേ ശരിക്കും? അല്ലേ, അത് എന്താണ്? അത് വേറെ ആരും കാരണമല്ല, അത് നമ്മുടെ ഈ നിൽക്കുന്ന ക്യാമറമാന്റെ ഒരു ഇൻട്രസ്റ്റ് ആണ്. അതായത് ഇവിടുത്തെ ക്രിസ്റ്റോ നല്ല ഗ്രേറ്റ് ക്യാമറ. ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയും കൂടി, ഈ നാടിന്റെ പ്രകൃതി ഭംഗിയും കൂടി നമുക്ക് കാണിക്കണം. ആ ഒരു പ്ലാനാണ്. എന്തായാലും നന്നായിരുന്നു. ക്രിസ്റ്റോയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ചേച്ചി, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന അഭിമുഖ പരിപാടിയിൽ വന്നതിനും ഒരുപാട് കാര്യങ്ങൾ സംബന്ധിച്ചതിനും. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയണം. കാരണം വെച്ചാൽ നമുക്കൊരു കലാകാരിക്ക് വളർന്നു വരാൻ സപ്പോർട്ട് എപ്പോൾ ആവശ്യമാണ് അല്ലേ? പക്ഷെ നമ്മളെ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഒമാനിൽ ഏറ്റവും സപ്പോർട്ടീവായി നിൽക്കുന്ന ഒരു കുടുംബത്തിന് എനിക്ക് പരിചയപ്പെടുത്തിയേ പറ്റൂ. മനോഹരൻ ഗുരുവായൂർ വൈഫ്, രണ്ടുപേരും അവരെനിക്ക് മറക്കാൻ പറ്റില്ല. ഇന്നും എൻ്റെ എല്ലാ വിഷമസ്ഥിതിയിലും എൻ്റെ കൂടെ, നമ്മുടെ സുഖദുഃഖങ്ങളിൽ എല്ലാത്തിലും. അതാണ്, സുഖത്തിൽ മാത്രമല്ല എല്ലാ ദുഃഖങ്ങളിലും എന്തിനും ഒരു സൊല്യൂഷൻ. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് നന്ദി. എല്ലാ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി. അതുപോലെ അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനും സോമനും നമ്മുടെ ക്രിസ്റ്റോ സീമ, ഈ ഓൾ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു ചേച്ചി, എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ള പ്രേക്ഷകരെ, അന്താരാഷ്ട്ര അടുക്കളയുടെ മിഴി തുറക്കും മൊഴികൾ എന്ന ഈ അഭിമുഖ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീമതി സലോമി ചാക്കോയാണ്. ഇതുപോലെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒരു നേരമെങ്കിലും കരളിലെ കുളിരായി, നിഴലില്ല രാവിൻ്റെ ഇണകളായി നമ്മൾ. ഒരു നേരമെങ്കിലും കരളിലെ കുളിരായി, നിഴലില്ല രാവിൻ്റെ ഇണകളായി നമ്മൾ. ഇഴയറിയാതെ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ മണിവീണ മീട്ടിയൊരു കവിത ചൊല്ലാൻ. പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും. മണിവീണ മീട്ടിയൊരു കവിത ചൊല്ലാൻ. പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും. ഇനി എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടാനും, ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും, ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാകാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും. തുറക്കും മൊഴികൾ, മനം നിറയും തളിരോർമകൾ, മിഴികളിൽ നിറയെ കാണാ കാഴ്ചകൾ, മൊഴികളിൽ നിറയും അറിയാ കഥകൾ. മിഴി തുറക്കും മൊഴികൾ.